ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് പറയാം. അതിനുശേഷം അടുത്ത ആഴ്ചയുടെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ കറണ്ട് നിൽക്കുന്നത് 21,571. അതായത് ചെറിയൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബുള്ളിഷാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി അത്ര ബുള്ളിഷ് അല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ബാങ്ക് നിഫ്റ്റി വളരെ ശക്തമായിട്ട് താഴോട്ട് പതിച്ചു. സത്യം പറഞ്ഞാൽ എത്ര അധികം വീണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ വീക്ക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 1 ഡേ ക്യാൻഡിലിട്ട് നോക്കുമ്പോൾ ചാർട്ട് കണ്ടറിയാം. കയറി പോകാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള മാതിരി ഫീൽ ചെയ്തു ബാങ്ക് നിഫ്റ്റിക്ക്. പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് 1 ഡേ ക്യാൻഡിൽ ശക്തമായിട്ട് നിലകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി അതിശക്തമായിട്ട് താഴോട്ട് പോന്നു. ഇത്ര വീഴുന്നത് സത്യം പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല, എന്നാലും വീണു. അതാണ് യാഥാർത്ഥ്യം. എൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിൻ്റെ അത്രയ്ക്ക് റിസൾട്ട് ഭംഗിയായില്ല എന്ന് മാത്രമല്ല, ഇത്തിരി മോശമായി എന്നുള്ള റിസൾട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാങ്കിന്, പിന്നെ നമുക്ക് HDFC ബാങ്കിന് വെയിറ്റേജ് കൂടുതലുണ്ടെന്ന് അറിയാമല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ. അത് കാരണം അതിശക്തമായിട്ട് തിരിച്ച് താഴോട്ട് പതിച്ചത്. ഓക്കെ, പക്ഷേ ബാങ്ക് നിഫ്റ്റി വീഴുന്ന കാരണം നിഫ്റ്റി 50 പെട്ട സ്റ്റോക്കുകളിൽ നിഫ്റ്റി ബാങ്കിൽ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ 12 സ്റ്റോക്കുകൾ ഉണ്ടാവും, അത്യാവശ്യം സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും താഴോട്ട് പോന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി നിഫ്റ്റി അത്ര വീണില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി അതിശക്തമായിട്ട് വീണുണ്ട്. പലർക്കും അത്യാവശ്യം ലോസ് വന്നിട്ടുണ്ടായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ളത്, അപ്പം നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ആഴ്ചയ്ക്ക് നാം ചിന്തിക്കാനുള്ളത്, നിഫ്റ്റി ഇപ്പോൾ ബുള്ളിഷ്നെസ് അല്ല ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു 21,850 കൃത്യമായി ശ്രദ്ധിക്കുക. നിഫ്റ്റി 21,850 ക്രോസ് ചെയ്ത് ഒരു 1 ഡേ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് മുകളിൽ നിന്നാൽ മാത്രമാണ് നിഫ്റ്റി ബുള്ളിഷ്നെസ് ആയി എന്ന് പറയാനുള്ളൂ. അല്ലാത്ത പക്ഷം നെഗറ്റീവ് ബയാസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മൂഡാണ് ഞാൻ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ അതിശക്തമായി ബുള്ളിഷ്നെസ് പറയുന്നില്ല. മറിച്ച് ബാങ്ക് നിഫ്റ്റിയും ചെറിയൊരു റിക്കവറി കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഞാൻ ബാങ്ക് നിഫ്റ്റി റിക്കവറി കാണിക്കുന്നത്. അപ്പം നിഫ്റ്റി കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് ബയാസ്, ഓവർ നെഗറ്റീവ് ബയാസ് പറയുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി വീക്ക്നെസ് കൂടുതലുണ്ട്. പക്ഷേ ചെറിയൊരു പുൾ ബാക്ക് നടത്താം. എന്നിരുന്നാലും വലിയ പ്രതീക്ഷ വേണ്ട. അതിനാൽ ഞാൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് അപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. നിഫ്റ്റി 21,850 ക്രോസ് ചെയ്ത് പോയാൽ മാത്രമാണ് ബുള്ളിഷ്നെസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം വീക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ക്ലോസ് ചെയ്തേക്കുന്നത് 21,571 21,550 വലിയൊരു സപ്പോർട്ടാണ്. വീണ്ടും ശ്രദ്ധിക്കുക, 21,550 വലിയൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഇനി ഒരു പ്രാവശ്യം കൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഇതിന് മുന്നത്തെ സപ്പോർട്ട് എവിടെ എടുത്ത 21,280, ആ 280 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. 550 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 21,280 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 21,000 വരെ പോകാനുള്ള പോസിബിലിറ്റി കാണാനുണ്ട്. 21,000 വരെ പോകാനുള്ള പോസിബിലിറ്റി കാണാനുണ്ട്. ഞാൻ പോകുന്നല്ല ഉദ്ദേശിക്കുന്നത്. 21,550 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എന്തായാലും 21,280 മുന്നുണ്ടാക്കിയ സപ്പോർട്ടിലേക്ക് എന്തായാലും എത്തും. അതിൽ സംശയമില്ല. ആ 21,280 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 21,000 എത്തും. അതാണ് യാഥാർത്ഥ്യം നിഫ്റ്റിയുടെ. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എത്രയാണ് സപ്പോർട്ട് എടുത്തത്? മുന്നേ 45,450 സപ്പോർട്ട് എടുത്തത്. ഇനി ഒരു പ്രാവശ്യം കൂടി അത് 44,454 സപ്പോർട്ട് എടുക്കുമെന്ന് വിചാരിക്കാം. ഇനി അഥവാ സപ്പോർട്ട് എടുക്കാതെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് 44,550 550 അല്ല, 44,500 കൂട്ടിയാൽ മതി. ഓക്കെ, ഇപ്പം 45,454 സപ്പോർട്ടുണ്ട്. അത് എടുക്കുമെന്ന് വിചാരിക്കാം. അത് എടുത്തില്ലെങ്കിൽ 44,500 വരെ, അതായത് ഒരു 1000 പോയിന്റ് കൂടി വീഴാൻ സാധ്യതയുണ്ട്. ഇത് പറഞ്ഞുള്ള പേടിപ്പിക്കുന്നതല്ല, ഞാൻ ലെവൽസ് കൃത്യമായിട്ട് പറയേണ്ടത്. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഇത്തിരി അധികം മുകളിലേക്ക് പോകാണ്ട്. അതായത് ഒരു 47,000 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകണം. എന്നാലാണ് നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 21,850 ക്രോസ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ 47,000 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകണം.
അതിനാൽ തന്നെ ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് പ്രത്യേകിച്ച് സ്റ്റോക്കുകളൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വീക്ക്നെസ് ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ സ്റ്റോക്കുകൾ കൊടുത്തിട്ട് നിങ്ങളുടെ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രാപ്പ് ആവേണ്ട ആവശ്യമില്ല. അത് കാരണം അത് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചൊരു സ്റ്റോക്കാണ് എക്സിറ്റ കോട്ടൺ എന്ന സ്റ്റോക്ക്. ആ സ്റ്റോക്ക് നിങ്ങൾക്കറിയാം മാർക്കറ്റ് താഴോട്ട് വീഴേണ്ട കൂട്ടത്തിൽ ഈ സ്റ്റോക്കും താഴോട്ട് വീണു. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി ഭീകരമായി താഴോട്ട് വീഴാൻ കാരണം ഇതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് അത്ര Q3 റിസൾട്ട് വന്നു, അത്ര ഭംഗിയായില്ല റിസൾട്ട്. അത് കാരണം കൊണ്ടാണ് താഴോട്ട് പതിച്ചത്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, ഞാൻ സ്റ്റിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും ബുള്ളിഷാണ്. ഞാൻ 31.45 വഴി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിറ്റ കോട്ടൺ. 24 സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 8 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 52 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 20 പോയിന്റ് ടാർഗറ്റ് കിട്ടാവുന്ന സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 60% മുകളിലാണ് നമ്മൾ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം സ്റ്റോക്ക് 27 സംതിങ് വരെ വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ആ സ്റ്റോക്ക് തിരിച്ച് റിക്കവറി ചെയ്ത് കയറുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. 24 സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് എല്ലാവരും കൃത്യമായിട്ട് അതനുസരിക്കണം. ഇപ്പം എല്ലാവരും ഹോൾഡ് ചെയ്ത് പിടിക്കണം. ദയവായിട്ട് എക്സിറ്റ് ചെയ്ത് മാറരുത്, ലോസ് ബുക്ക് ചെയ്യരുത്, ഒന്ന് വെയിറ്റ് ചെയ്യും. 27 സംതിങ് വരെ വന്നുല്ലോ. അപ്പോൾ 24 നമ്മൾ സ്റ്റോപ്പ് ലോസ് അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സ്റ്റിൽ ഇപ്പോഴും ബുള്ളിഷാണ് ആ സ്റ്റോക്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് 24 സ്റ്റോപ്പ് ലോസ് തന്നെ കീപ്പ് ചെയ്യുക. 24 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ താഴോട്ട് പോകണമെങ്കിൽ നിങ്ങളത് പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. 24 ലോസ് ബുക്ക് ചെയ്ത് മാറാം. അല്ലാത്ത പക്ഷം 24 വരെ നിൽക്കാനുള്ള ക്ഷമ കാണിക്കണമെന്ന് വീണായിട്ട് ഓർമ്മപ്പെടുത്താണ്. പല ആളുകളും വിളിച്ച് ചോദിക്കേണ്ട എക്സിറ്റ് അക്കൗണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്. ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു 31.50 ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 52 ടാർഗറ്റ് പറഞ്ഞു, 24 സ്റ്റോപ്പ് ലോസ് പറഞ്ഞു. ആ വീഡിയോയിൽ കണ്ട സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൃത്യമായിട്ട് പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും വിളിച്ച് ചോദിക്കുന്ന കാരണം യൂട്യൂബിൽ കോമൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നിങ്ങളുടെ തമ്മിൽ കണ്ടിട്ടുണ്ടാവും 32% പ്രോഫിറ്റ് റണ്ണിങ് ആണെന്നുള്ളത്. അത് ഏത് സ്റ്റോക്കാണെന്നുള്ളത്. ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ നവംബർ 23 യൂട്യൂബിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് 23 ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടറിലുണ്ട്, 13 ബാങ്കുകൾ പബ്ലിക് സെക്ടറിൽ പെട്ട ബാങ്കുകളുണ്ടെന്ന്. അങ്ങനെ ഓവറോള് ഒരു 36 ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടോപ്പ് ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് സെക്ടറിൽ വേണ്ട ബാങ്ക് 2 ബാങ്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കാനറ, ടോപ്പായിട്ട് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കാനറ ബാങ്ക് എടുക്കണം, കാനറ ബാങ്ക് ബൈ ചെയ്യണം. സെക്കൻഡായിട്ട് ബാങ്ക് ഓഫ് ബറോഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇത്ര അധികം, പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി 2600 പോയിന്റ് വീണിട്ട് പോലും നമ്മളീ പറഞ്ഞ നമ്മൾ കുറേ വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് എന്ന മെത്തേഡിലൂടെ കുറേ അധികം ഫിൽറ്റർ ചെയ്ത് സമയം എടുത്തിട്ടാണ് ആ സ്റ്റോക്ക് കണ്ടെത്തിയത്. അപ്പോൾ ആ സ്റ്റോക്ക് ബാങ്ക് നിഫ്റ്റി 2600 പോയിന്റ് വീണിട്ട് പോലും ഇപ്പോൾ കാനറ ബാങ്ക് ഞാൻ പറഞ്ഞ പോയിന്റിൽ നിന്നും 22% ഇപ്പോഴും അപ്പായിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് ഞാൻ 389 രൂപ 80 പൈസയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാനറ ബാങ്ക് 389 രൂപ 80 ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വന്ന് നിൽക്കുന്നത് 477 അതായത് 22% സ്റ്റിൽ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അതായത് ബാങ്ക് നിഫ്റ്റി 2600 പോയിന്റ് വീണിട്ട് പോലും കാനറ ബാങ്കിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് 22% പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അത് വെറും നവംബർ 23 വീഡിയോ ചെയ്തത്. ഇപ്പോൾ ജനുവരി 21 നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 2 മാസമായിട്ടുള്ളൂ. 2 ദിവസം കൂടി ഉണ്ട് 23 ആവാൻ. അപ്പോൾ 2 മാസം കൊണ്ട് 22% പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 22,000 രൂപ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും. അതാണ് ചുരുക്കം. ഓക്കെ, രണ്ടാമത് പറഞ്ഞ സ്റ്റോക്ക് പബ്ലിക് സെക്ടറിൽ പെട്ടത് ബാങ്ക് ഓഫ് ബറോഡ ആയിരുന്നു. 193 രൂപ 10 പൈസയാണ് ഞാൻ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തത്. അതിപ്പോൾ ചെന്ന് നിൽക്കുന്നത് 232 രൂപ 50 പൈസ, അതായത് 20.36%. അതും പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇനി ഇതൊക്കെ പോട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും HDFC ബാങ്ക് അല്ല വീണേന്ന്. അപ്പോൾ HDFC ബാങ്ക് പ്രൈവറ്റ് സെക്ടറിൽ പെട്ട ബാങ്കാണെന്ന് നിങ്ങൾക്കറിയാം. ആ പ്രൈവറ്റ് സെക്ടറിൽ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് 2 സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ഹൈലൈറ്റ്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ബാങ്ക് പ്രൈവറ്റ് സെക്ടറിൽ പെട്ടത് കർണാടക ബാങ്ക് ആയിരുന്നു. 213 രൂപ 20 പൈസയിലാണ് ഞാൻ റെക്കമെൻഡേഷൻ ചെയ്തത്. 213 രൂപ 20 പൈസയിലാണ് റെക്കമെൻഡേഷൻ ചെയ്തത്. ഇപ്പോൾ സ്റ്റോക്ക് 251 രൂപ 95 പൈസയിലാണ് നിൽക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് 2600 പോയിന്റ്, അതായത് 5.5% വീണിട്ട് നമ്മൾ ഈ പിക്ക് ചെയ്ത ഇതേ പ്രൈവറ്റ് സെക്ടറിൽ പെട്ട ബാങ്ക്, അതായത് HDFC ബാങ്കാണല്ലോ മെയിനായിട്ട്, അത് പ്രൈവറ്റ് സെക്ടറിൽ പെട്ട ബാങ്കാണ്. ആ ബാങ്കാണ് ബാങ്ക് നിഫ്റ്റി വലിച്ച് താഴേക്ക് ഇട്ടത്. ആ സ്ഥാനത്ത് തന്നെ നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്ക്, ആ സെക്ടറിൽ പെട്ട പിക്ക് ചെയ്ത സ്റ്റോക്കാണ് കർണാടക ബാങ്ക് സജഷൻ കൊടുത്തത്. 213 രൂപ 20 പൈസയിലാണ് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തത്. 251 രൂപ 95 പൈസയിലാണ് അത് ശക്തമായിട്ട് ഇപ്പോൾ ശനിയാഴ്ച ഇന്നലെ ക്ലോസ് ചെയ്ത് നിർത്തിയത്. അതായത് 32.20% പ്രോഫിറ്റ് റണ്ണിങ് ആണ്.
നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ബാങ്കിങ് സെക്ടറിൽ, അതായത് പ്രൈവറ്റ് സെക്ടറിൽ പെട്ട ബാങ്കിൽ HDFC ബാങ്ക് ഇത്ര ശക്തമായിട്ട് താഴോട്ട് വീണിട്ട് നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്ക് 32.20%, 32% മുകളിൽ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ സ്റ്റോക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 രൂപ 45 പൈസയിലാണ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഇപ്പോൾ കറണ്ട് 30 രൂപ 75 പൈസയിലാണ് നിൽക്കുന്നത്. അതായത് 25.82%, അതും 25% മുകളിൽ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമ്മൾ ചിന്തിക്കണം, ബാങ്ക് നിഫ്റ്റി 2600 പോയിന്റ്, അതായത് 5.34% താഴോട്ട് വീണ സമയത്ത് നമ്മൾ പിക്ക് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും തന്നെ, പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിൽ പെട്ട ബാങ്കുകൾ രണ്ടും അത് ശക്തമായിട്ട് റാലി ചെയ്ത് മുകളിലേക്ക് പോവാണ്. അതായത് നവംബർ 23-ാം തീയതി നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ട് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കർണാടക ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 32,000 രൂപ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സൗത്ത് ഇന്ത്യ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ 25.82%, 25,000 രൂപ നിങ്ങൾക്ക് അതിലും പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നിങ്ങൾ ചിന്തിക്കണം, വെറും 2 മാസം കൊണ്ട് 23-ാം തീയതി വീഡിയോ ചെയ്ത ഡിസംബർ 23, ജനുവരി 23 ആയിട്ടില്ല, 21 ആയിട്ടുള്ളൂ. 2 മാസം തികയുന്നതിന് മുന്നേ 32,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും കർണാടക ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. നമ്മൾ കൃത്യമായിട്ട് ഇതിന് വീഡിയോ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഈ ആഴ്ച സ്റ്റോക്കുകളൊന്നും പറഞ്ഞിട്ടില്ല, വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് കയറുന്നു തന്നെ നമുക്ക് പ്രതീക്ഷ വെക്കാം. പക്ഷെ പ്രതീക്ഷ വെക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തേക്കുന്നത് അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ നാസ്ഡാക്കും ഡോ ജോൺസും ഒക്കെ നല്ല ഹൈ 1% മുകളിൽ ഹൈ ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത്, സസ്റ്റെയിൻ ചെയ്തിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ മാർക്കറ്റിന് എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. HDFC ബാങ്കിൻ്റെ ഓക്കെ, അവർ 2 ദിവസം പ്രോഫിറ്റ് റിസൾട്ട് മോശമായപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് കയറി പോകേണ്ടതാണ്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കയറി പോകാനായിട്ട് എന്തോ ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ പരിശോധിച്ചപ്പോൾ അവർ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് അവർ ബാങ്ക് നിഫ്റ്റിയിൽ അവർ ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. അതായത് 1% എടുക്കുകയാണെങ്കിൽ അവർ 50% പോലും അവർ ബുള്ളിഷ്നെസ് അല്ല. 50%-ൻ്റെ മുകളിൽ 53-54% അവർ നെഗറ്റീവിലേക്ക് നോക്കുന്നത്. അതായത് 46% മാത്രമേ ഒരു ബുള്ളിഷുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ നോക്കാറ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ട്രേഡുകൾ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അവർ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ഓവർ നെഗറ്റീവ് അല്ല, എന്നാൽ ഒരു നെഗറ്റീവ് ബയാസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആഴ്ച സ്റ്റോക്കുകളൊന്നും ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യാത്തത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 21,850 ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ ബൈ റെക്കമെൻഡേഷനായിട്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താവുന്നതാണ്. പിന്നെ ഡിസ്ക്ലൈമറായിട്ട് വീണ്ടും ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.